കാറിൽ ഇന്ധനം മാറി നിറച്ച് അബദ്ധം പറ്റിയവർ ഒട്ടേറെയുണ്ട്. അശ്രദ്ധയോ അബദ്ധമോ പറ്റിയ വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഡീസൽ കാറിൽ പെട്രോളും പെട്രോൾ കാറിൽ ഡീസലും നിറച്ചു കഴിഞ്ഞാൽ എഞ്ചിനിലെ സംഗതികളെല്ലാം കോൺട്രയാകുമെന്ന് പറയേണ്ടതില്ല. കാർ കണ്ടറിഞ്ഞ് ഇന്ധനം നിറയ്ക്കുന്നവരായിരിക്കില്ല പമ്പിലെ എല്ലാ ജീവനക്കാരും. അതുകൊണ്ട് തന്നെ ഏത് ഇന്ധനം എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കാർ ഓടിക്കുന്നയാൾക്കുമുണ്ട്. അല്ലെങ്കിൽ ടാങ്കിന്റെ വാൽവ് ഡോറിന് മുകളിൽ ഏത് ഇന്ധനം എന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ടും നിറച്ച ഇന്ധനം അബദ്ധത്തിൽ മാറ്റിയൊഴിച്ചാൽ അത് എന്തു ചെയ്യും? ഇന്ധനം മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ വാഹനം നിർത്തുകയാണ് വേണ്ടത്. കാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇഗ്നിഷൻ പോലും ഓൺ ചെയ്യരുത്. പെട്രോളിനേക്കാൾ കട്ടി കൂടിയ ഇന്ധനമാണ് ഡീസൽ. അതുകൊണ്ട് പെട്രോൾ കാറിലാണ് ഡീസൽ നിറയ്ക്കുന്നതെങ്കിൽ അത് വളരെ വേഗം തന്നെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. വാഹനത്തിന്റെ ഇന്ധന ഫിൽറ്ററിൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നതോടെ നിങ്ങളുടെ കാർ അപസ്മാരം വന്നതുപോലെ പെരുമാറും. തുടർന്ന് പെട്രോളും ഡീസലുമായി കലർന്ന് വാഹനത്തിൽ നിന്ന് വെള്ളപ്പുക പുറന്തള്ളപ്പെടും. ഡീസൽ കാറിലാണ് പെട്രോൾ നിറയ്ക്കുന്നതെങ്കിൽ എഞ്ചിനുണ്ടാകുന്ന ആഘാതം ഇരട്ടിയാണ്. ഡീസൽ കാറുകളിലെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പുകൾ പോലുള്ള ഘടകങ്ങൾ ഉയർന്ന ലൂബ്രിക്കേഷൻ ആവശ്യമുള്ളവയാണ്. അതിലേക്ക് പെട്രോൾ പോലെയുള്ള ലൂബ്രിക്കേഷൻ കുറഞ്ഞ ഇന്ധനം ചെല്ലുമ്പോൾ അവയുടെ പ്രവർത്തനം സാവധാനം നിലയ്ക്കാൻ തുടങ്ങും. ഡീസൽ കാറുകളിൽ ഇന്ധനം മാറിപ്പോയത് തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെ അല്പം സമയവും എടുക്കും. കറുത്ത പുകയാണ് പ്രാഥമിക ലക്ഷണം. തുടർന്ന് വാഹനം നിന്നു പോവുകയും സ്റ്റാർട്ടാകാതെ വരികയും ചെയ്യും. പരിചയസമ്പന്നരല്ലെങ്കിൽ മെക്കാനിക്കിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഈ സാഹചര്യത്തെ നേരിടാൻ ശ്രമിക്കരുത്. ആദ്യം എഞ്ചിനിൽ നിന്നുള്ള ഇന്ധന ടാങ്കിലേക്കുള്ള പ്രധാന വാൽവ് വിച്ഛേദിക്കണം. ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കിന്റെ വാൽവിലൂടെ ഇന്ധനം പരമാവധി വലിച്ച് പുറത്തു കളയണം. അതിൽ ശേഷിക്കുന്ന ഇന്ധനം പ്രധാന ഇന്ധന ലൈനിലൂടെ നീക്കം ചെയ്യാം. ഇനി കീ തിരിച്ച് എഞ്ചിൻ ക്രാങ്ക്, അതായത് സ്റ്റാർട്ട് ആക്കുകയല്ല, വെറുതെ കീ തിരിക്കുക മാത്രം ചെയ്താൽ മെയിൻ ലൈനിലെ ബാക്കിയുള്ള ഇന്ധനം കൂടി വറ്റിക്കോളും. മെയിൻ ലൈൻ വീണ്ടും ഘടിപ്പിക്കുന്നതിന് മുൻപ് 2 ലിറ്റർ ശരിയായ ഇന്ധനം ഒഴിച്ച് വീണ്ടും ക്രാങ്ക് ചെയ്യുക. ഇതോടെ മെയിൻ ലൈൻ വൃത്തിയാക്കി കിട്ടും. എല്ലാം പുനഃസ്ഥാപിച്ച ശേഷം ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച് ഇഞ്ചക്ടറുകൾ ക്ലീൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇതോടൊപ്പം വാഹനത്തിന്റെ ഇന്ധന ഫിൽറ്റർ മാറ്റുകയും സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കുകയും വേണം.